Hello everyone, welcome back to EduValley 2.0. Plus 2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം ആണ് നമുക്ക് 9-ാം തീയതി സെപ്റ്റംബർ 9-ാം തീയതി നമുക്ക് പ്ലസ് 2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. നമുക്കിനി 6, 7, 8 കൊമേഴ്സ് കുട്ടികൾക്ക് ഇനി 3 ദിവസം നമുക്ക് എക്സാം ഒന്നുമില്ല. പക്ഷേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ബിസിനസ് എല്ലാം അടുപ്പിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു 3 ദിവസം നിങ്ങൾ മാക്സിമം എല്ലാ സബ്ജക്റ്റും പഠിക്കാനായിട്ടുള്ള ടൈം കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്കണോമിക്സ് ആയാലും അക്കൗണ്ടൻസി ആയാലും ബിസിനസ് ആയാലും എല്ലാം നമുക്ക് മെയിൻ സബ്ജക്റ്റുകളാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സും ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പല സ്കൂൾ വൈസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 3 പാഠം 4 പാഠത്തിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് നമുക്കിപ്പോൾ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ ശേഷം നമ്മൾ വീഡിയോകൾ ഇപ്പോൾ ഇതുപോലെ അക്കൗണ്ടൻസിയും എക്കണോമിക്സും ബിസിനസ്സും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും. ആ വീഡിയോസ് കണ്ട് നിങ്ങൾ ആ ടോപ്പിക്കുകൾ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഷുവർ ആണ്, അതായത് ഫസ്റ്റത്തെ 4 ചാപ്റ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 4 പാഠങ്ങളിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ടീച്ചേഴ്സും എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഇടാൻ കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എബൌട്ട് 30 മാർക്സോളം നമുക്ക് ചിലപ്പോൾ എബവ് 30 മാർക്സ്, ഇപ്പോൾ ഒരു 60 മാർക്കിൻ്റെ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. 60-ൽ നമുക്ക് 30+ എന്തായാലും വാങ്ങാൻ സാധിക്കും. 30 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 40+ ആയിരിക്കും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വെയിറ്റേജസ് ഒക്കെ നോക്കിയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്. ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സാക്ട് എന്താണെന്ന് വെച്ചാൽ അത് ചെറുതാക്കി പഠിച്ചാൽ മതി. എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് കുറേ നിങ്ങൾ ഉണ്ടാക്കി എഴുതാനായിട്ട് ഒന്നുമില്ല കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പൊ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ചാർ ഉണ്ട്, ഇന്റ് ഉണ്ട്, ദെൻ ഫ്ലോട്ട് ഉണ്ട്, ഡബിൾ ഉണ്ട്, അതേപോലെ തന്നെ വോയിഡ് ഉണ്ട് അല്ലെ. അപ്പൊ 5 തരം ഡാറ്റ ടൈപ്പ് ഉണ്ട്. വോയിഡ് എന്തിനാണ്? ഒരു എംപ്റ്റി ഡാറ്റ, നൾ വാല്യൂ 0 ആയിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ചാർ എന്തിനാണ്? ക്യാരക്ടർ വാല്യൂസ് ആണ്, അതായത് A to Z ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യാനാണ്. ഇൻറ്റിജർ എന്താണ്? ഇൻറ്റിജർ വാല്യൂസ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അതിന്റെ മെമ്മറികൾ പഠിക്കുക കേട്ടോ. അപ്പൊ ഇതിലെ ഒരു ബൈറ്റ് ആണ് ഇതിന്റെ മെമ്മറി. ഇപ്പൊ ഇൻറ്റിന്റെ 4 ബൈറ്റ് ആണ്, ഫ്ലോട്ടിന്റെ 4 ബൈറ്റ് തന്നെയാണ്, ഡബിളിന്റെ 8 ആണ് അതിന്റെ ബൈറ്റ് മെമ്മറി. ഡബിൾ ആണ് റിയൽ വാല്യൂസ്, അതായത് നമുക്ക് ഫ്ലോട്ടിനേക്കാൾ വലിയ റിയൽ വാല്യൂസ് ആണ് ഡബിളിൽ. നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മൾ ഇൻറ്റിജർ വാല്യൂസും ഒക്കെ നമ്മൾ അതിൽ യൂസ് ചെയ്യും. അപ്പം 5 തരം ഡാറ്റ ടൈപ്സ് പഠിക്കാം. നമുക്കിത് ഒന്നുകിൽ 3 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെയാണ് ചോദിക്കാം. ദെൻ പിന്നീട് നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജംപ് സ്റ്റേറ്റ്മെന്റ് ഇൻ C++ലെ ജംപ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. ജംപ് സ്റ്റേറ്റ്മെന്റുകളും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ജംപ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? ബ്രേക്ക്, കണ്ടിന്യൂ, ദെൻ ഗോ ടു ആൻഡ് റിട്ടേൺ, 4 തരം ജംപ് സ്റ്റേറ്റ്മെന്റുകളാണ് ഉള്ളത്. ഈ ജംപ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്ഫർ പ്രോഗ്രാം ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്രോഗ്രാം. അതായത് ഇവർ ചെയ്യുന്നത് ഒരു പ്രോഗ്രാമിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാണ്. ഒരു പ്രോഗ്രാമിൽ നിന്ന് വേറൊരു പ്രോഗ്രാമിന്റെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ജംപ് സ്റ്റേറ്റ്മെന്റുകൾ യൂസ് ചെയ്യുന്നത്. 4 തരം ജംപ് സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. ബ്രേക്ക് ഉണ്ട്, അതേപോലെ കണ്ടിന്യൂ ഉണ്ട്, ദെൻ ഗോ ടു ഉണ്ട്, റിട്ടേൺ ഉണ്ട്. അങ്ങനെ 4 തരം ജംപ് സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ എന്തിനാണെന്ന് പഠിക്കുക. 4 തരം സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്ന് നോക്കാം. എന്തിനാണ്? ട്രാൻസ്ഫർ ദ പ്രോഗ്രാം വൺ പ്ലേസ് ടു അനദർ പ്രോഗ്രാം, പ്രോഗ്രാമിൽ നിന്ന് വേറൊരു പ്രോഗ്രാമിലേക്ക് മാറ്റുന്നതിനാണ് ജംപ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ്. അതിൽ തന്നെ നമുക്ക് C++ പ്രോഗ്രാമിൽ തന്നെ ഏത് സ്റ്റേറ്റ്മെന്റുകളുണ്ട്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. പലതരം സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം കൂടി ഒറ്റ C++ എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റേറ്റ്മെന്റുകളും ടോക്കൺസും കീവേഡ്സും ഡാറ്റ ടൈപ്സും C++മായി ബന്ധപ്പെട്ട എല്ലാം ഈ പാഠത്തിലാണ് എടുക്കുന്നത്. ജംപ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു, അതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 2 തരം സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് വരാം കൺട്രോൾ സ്റ്റേറ്റ്മെന്റിൽ. അത് ഇതേപോലെ തന്നെ എന്തും കൂടി പഠിക്കണം? ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. 2 തരം നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റുകളും ഉണ്ട്, അതേപോലെ തന്നെ ഇറ്ററേഷൻ
സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, ഡിസിഷൻ മേക്കിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. എന്തിനാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്? ഓൾട്ടറിങ് ദ നോർമൽ ഫ്ലോ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ, അതായത് എക്സിക്യൂഷൻ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് തരം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിൽ നമുക്ക് വരുന്നതാണ് ഇഫ്, അതുപോലെ ഇഫ് എൽസ് വരുന്നുണ്ട്, പിന്നെ നെസ്റ്റഡ് വരുന്നുണ്ട്, നെസ്റ്റഡ് ഇഫ് വരുന്നുണ്ട്, എൽസ് ഇഫ് വരുന്നുണ്ട്, സ്വിച്ച് വരുന്നുണ്ട്, കണ്ടീഷണൽ. കാരണം ഇതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ഇതൊക്കെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നുണ്ട്. ദെൻ പിന്നീട് അതൊക്കെ നമുക്ക് എന്താണ് ഡിസൈഡ് ചെയ്യാനാണ് അല്ലേ. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഇവിടെ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ് ഫുള്ള് ലൂപ്പ് കളിയാണ്, അതായത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈല്, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളാണ് ഇതിൽ വരിക, കൺട്രോൾ സ്റ്റേറ്റ്മെന്റിൽ വരിക. അപ്പോൾ രണ്ട് തരം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കൺട്രോൾ എന്ന് വെച്ചാൽ പ്രോഗ്രാം എക്സിക്യൂഷന് സമയത്ത് നമുക്ക് എന്തെങ്കിലും തെറ്റ് തിരുത്തണമെങ്കിലാണ് നമ്മൾ ഈ ലൂപ്പുകൾ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റുകൾ C++ൽ യൂസ് ചെയ്യാം. ഓക്കെ. ദെൻ പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് ടോക്കൺസ് ഇൻ C++. നമ്മൾ തുടക്കത്തിൽ ഉള്ളതാണ് ഫണ്ടമെന്റൽ ടോക്കൺസ് ഇൻ C++ എന്ന് പറഞ്ഞത്. പങ്ക്ച്വേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ, നമ്മൾ യൂസ് ചെയ്യുന്ന പങ്ക്ചർ മാർക്കുകൾ, അതായത് ഇപ്പോൾ സ്ലാഷ്, എക്സ്ക്ലമേഷൻ, ബ്രാക്കറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ദെൻ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, അതായത് പ്ലസ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ദെൻ ആംബസെന്റ്, ഇൻറ്റു അല്ലെ, സ്റ്റാർ, അതൊക്കെ. ദെൻ ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നത്തെ നമുക്ക് ഈ ലിറ്ററൽസിൽ കോൺസ്റ്റൻസ് ഉണ്ട് അല്ലെ. ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഇൻറ്റിജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, അതൊക്കെയാണ് ടോക്കൺസ് ഇൻ C++. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ C++ൽ തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ കഴിഞ്ഞു. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ, ടോക്കൺസ്, ഡാറ്റ ടൈപ്പുകൾ, ജംപ് സ്റ്റേറ്റ്മെൻറ്റുകളും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റും, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്ട്രക്ചർ ഓഫ് C++ പഠിക്കേണ്ടതെന്നല്ല, സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇതിലൊരു 30-40 മാർക്ക് വരെയുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ദെൻ പിന്നീട് നെക്സ്റ്റ് ആണ് അറേ ഡിക്ലറേഷൻ. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിൽ 2-3 ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് അതിൽ കാണുന്നുള്ളൂ. അത് ഏതാണെന്ന് വെച്ചാൽ, ഒന്ന് അറേ എന്താണ്, അതായത് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. അറേ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ കള്ളി ആയിട്ടാണ് നമുക്ക് ഈ അറേകൾ വരിക. അപ്പം ഈ അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? അറേ ഡിക്ലെയർ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഡാറ്റ ടൈപ്പ് എഴുതുന്നു, അതിനുശേഷം നമ്മൾ അറേയുടെ പേര് എഴുതുന്നു. അപ്പം അറേയുടെ പേര് എഴുതുന്നു, അതേപോലെ സൈസ് നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് നമ്മുടെ സെമിക്കോളൻ ഇടുന്നു. ഇതാണ് അറേ ഡിക്ലറേഷൻ്റെ സിൻറ്റെക്സ്. അപ്പോൾ സിൻറ്റെക്സ് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അറേ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ, ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താ, ഇൻറ്റ്. അപ്പം ഇൻറ്റ് ഒരു എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് 10. അപ്പം എന്താണ്, 10 വാല്യൂ ഉള്ള ഇൻറ്റ് ഡാറ്റ ടൈപ്പുകളാണ് ഞങ്ങൾക്ക് അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. കണ്ടോ, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ദെൻ മെമ്മറി അലോക്കേഷനും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ മെമ്മറി കണ്ടുപിടിക്കുക എന്നുള്ളതും കൂടി നമ്മൾ അറിയണം. മെമ്മറി കണ്ടുപിടിക്കാൻ ഇപ്പോൾ അറേയുടെ മെമ്മറി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മെമ്മറി കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് അതിൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെ എന്തുണ്ടാവും, സൈസ് ഉണ്ടാവും അല്ലേ. ഇപ്പം ഇൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞു 1 ബൈറ്റ് ഉണ്ട്, 2 ബൈറ്റ് ഉണ്ട്, 4 ബൈറ്റ് ഒക്കെ ഉണ്ടെന്ന്. അപ്പം ആ ഡാറ്റ ടൈപ്പിൻ്റെ ബൈറ്റ് ഇൻറ്റു സൈസ് ഓഫ് അറേ അങ്ങനെയാണ്. ഇപ്പോൾ 4 ബൈറ്റ് ആണെങ്കിൽ 10 സൈസ് ആണെങ്കിൽ 40 ആണ് അതിൻ്റെ മെമ്മറി. അപ്പോൾ ബൈറ്റ് ഇൻറ്റു സൈസ്, ഇതാണ് അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറേയുടെ മെമ്മറി എത്രത്തോളം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ട്രാവേഴ്സൽ ഓഫ് അറേ ആണ്. അറേ ട്രാവേഴ്സൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് നമുക്കൊരു അറേ എന്ന് വിചാരിച്ചോ, ഒരു 1 2 3 4 5 6, അതായത് ഇങ്ങനെ ഓരോന്നിലും നമ്മൾ വാല്യൂസ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ വാല്യൂസിൻ്റെ ഉള്ളിലും കൂടി നമ്മൾ ചെക്ക് ചെയ്യുക, ആക്സസിങ് ഈച്ച് എലമെൻറ്റ്. ആദ്യം നമ്മൾ ഇവിടുത്തെ എലമെൻറ്റ് എന്താണെന്ന് നോക്കി, ഇവിടുത്തെ നോക്കി, അങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിലത്തെയും എലമെൻറ്റുകൾ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്ന പ്രോസസ്സാണ് അറേ ട്രാവേഴ്സൽ. എല്ലാത്തിലും ട്രാവൽ ചെയ്യുക, അങ്ങനെ ആലോചിച്ചാൽ മതി. ആക്സസിങ് ഈച്ച് എലമെന്റ് ഫ്രം അറേ അറ്റ്ലീസ്റ്റ് 1, അതായത് ഒരു തവണയെങ്കിലും എല്ലാത്തിലും കണ്ടന്റ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അറേ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, 2 മാർക്കിനും 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ഫംഗ്ഷൻസിലേക്ക് വരികയാണ്, നമ്മൾ 3ാമത്തെ പാഠത്തിലേക്ക് വരികയാണ്. അതായത് ചാപ്റ്റർ വൈസ് അല്ല, ഓരോ ക്വസ്റ്റ്യൻ കണ്ടിട്ട് മിസ് പറയുന്നതാണ് കേട്ടോ. ഇതിലേക്ക് പറയുമ്പോൾ കുറേ ഫംഗ്ഷൻസ് ആണ് 3ാം പാഠത്തിൽ പഠിക്കേണ്ടത്. എല്ലാ ഫംഗ്ഷൻസും നിങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഉണ്ട്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഉണ്ട്. അതിൽ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് നല്ലപോലെ പഠിക്കുക. സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് str ലെങ്ത്, അതേപോലെ str കോപ്പി, ദെൻ str cmp, ഇതൊക്കെയാണ് സ്ട്രിംഗ് ഫംഗ്ഷൻ. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം, str cat,
ഇങ്ങനെ ഈ ഒരു സിമ്പലും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് അത് സ്ട്രിംഗ് ഫംഗ്ഷൻ ആവുക. ദെൻ മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് കണ്ടോ, ആ സ്ട്രിംഗ് ഫംഗ്ഷൻസ് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ്. മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ എന്താ, ആബ്സല്യൂട്ട് കണ്ടുപിടിക്കാനുണ്ട്, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുണ്ട്, പവർ കണ്ടുപിടിക്കാനുണ്ട്. കണ്ടോ, അപ്പോൾ 3 അതിൻ്റെ ഫംഗ്ഷന് കണ്ടില്ലേ, പവറിന് POW, സ്ക്വയർ റൂട്ടിന് SQRT, ദെൻ ആബ്സല്യൂട്ടിന് ABS. ദെൻ ക്യാരക്ടർ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ 5 തരം ഫംഗ്ഷൻസ് ഉണ്ട്. 5 തരം ഫംഗ്ഷൻസ് പഠിക്കാം. ക്യാരക്ടർ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഗെറ്റാറും പുച്ചാറാണ് എന്ത് നമ്മുടെ ക്യാരക്ടർ ഫംഗ്ഷൻസ് ഒരുപാടുണ്ട്, അതിൽ 5 ക്യാരക്ടർ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസ് അപ്പർ, അതായത് അപ്പർ കേസിലേക്ക് മാറ്റാൻ, അപ്പം തന്നെ ഈസ് ലോവർ കേസിലേക്ക് മാറ്റാൻ, ദെൻ ആൽഫബറ്റിലേക്ക് മാറ്റാൻ, അപ്പം ഈസ് ആൽഫ കണ്ടോ, ദെൻ ടു അപ്പറിലേക്ക് മാറ്റാൻ, കണ്ടില്ല, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടർ ഫംഗ്ഷൻസും ഉണ്ട്, അതും പഠിക്കാം കേട്ടോ. ദെൻ അതിൽ പിന്നെ ഇനി 2 ഫംഗ്ഷൻസും നമുക്ക് എക്സ്ട്രാ ഇതിൽ ഇപ്പോൾ വരാത്ത 2 ഫംഗ്ഷൻസ് കൺസോൾ ഫംഗ്ഷൻസും അതുപോലെ തന്നെ എന്താ നമ്മളെ സ്ട്രീം ഫംഗ്ഷൻസ് ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ, അതുകൊണ്ട് ജസ്റ്റ് നോക്കി വെച്ചിരിക്കാം. ദെൻ മോഡുലർ പ്രോഗ്രാമിംഗ് എന്താണ്, മോഡുലർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ മെറിറ്റും പഠിക്കണം. എല്ലാം ഇതൊക്കെ നമുക്ക് വരിക 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കേട്ടോ. എല്ലാം സ്ട്രിംഗ് ഫംഗ്ഷൻസ്, മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ്, ക്യാരക്ടർ ഫംഗ്ഷൻസ്, ദെൻ മോഡുലർ പ്രോഗ്രാം, അതിൻ്റെ മെറിറ്റ്. മോഡുലർ പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താ, വലിയ പ്രോഗ്രാമിനെ ചെറിയ പ്രോഗ്രാമായി സബ് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് പറയാം. അതായത് ബ്രേക്കിംഗ് ഇൻ ടു സ്മോൾ സബ് പ്രോഗ്രാം, ചെറിയ സ്മോൾ സബ് പ്രോഗ്രാം ആയിട്ട് തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുക. അപ്പം ചെറിയ മോഡുലർ പ്രോഗ്രാമിംഗ് ആക്കുമ്പോൾ അതിൻ്റെ മെറിറ്റുകൾ എന്തൊക്കെയായിരിക്കും, അത് നമുക്ക് തന്നെ ഉണ്ടാക്കി ചെയ്താലോ. അതിന് മെറിറ്റ് എന്തായിരിക്കും, ചെറിയതായിരിക്കുമ്പോൾ നമുക്ക് സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ, പ്രോഗ്രാമിൻ്റെ റെഡ്യൂസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. ദെൻ കോംപ്ലക്സിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാം, കോംപ്ലക്സിറ്റി റെഡ്യൂസ്ഡ്. ദെൻ അതേപോലെ തന്നെ എറർ കുറയും അല്ലേ, ലെസ് ചാൻസ് ഓഫ് എറർ. അതേപോലെ തന്നെ ഇംപ്രൂവ് യൂസബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ മെറിറ്റും മോഡുലർ പ്രോഗ്രാമിൻ്റെ മെറിറ്റും ഇതും അറിഞ്ഞിരിക്കുക. ദെൻ അതേപോലെ തന്നെ നമ്മൾ അറിയേണ്ട 2 കാര്യങ്ങളാണ് കോൾ ബൈ വാല്യൂ എന്ന് വെച്ചാലും കോൾ ബൈ റെഫറൻസ് എന്ന് വെച്ചാലും എന്താണെന്നുള്ളത്. ഇത് 2 തരം മെത്തേഡുകളാണ് കേട്ടോ, മെത്തേഡുകളാണ് കോൾ ബൈ വാല്യൂ മെത്തേഡും അതേപോലെ തന്നെ കോൾ ബൈ റെഫറൻസ് മെത്തേഡും. കോൾ ബൈ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ ആർഗ്യുമെന്റ് കോപ്പി ചെയ്യുന്നതിനെയാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. കോൾ ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, റെഫറൻസ് വെച്ചിട്ട് ആക്ച്വൽ ആർഗ്യുമെന്റ് ആണ് അവിടെ പാസ് ചെയ്യുക, അവിടെ കോപ്പിയാണ്, അതായത് കോൾ ബൈ വാല്യൂവിൽ കോപ്പിയാണ് നമ്മൾ കൊടുക്കുക. കോൾ ബൈ റെഫറൻസിൽ നമ്മൾ അതിൻ്റെ ആക്ച്വൽ വാല്യൂ തന്നെയാണ് ഫംഗ്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനത്തെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. പിന്നെ എന്താ പറയുക, ഇത് ഡീഫോൾട്ടാണ്, C++ൽ ഡീഫോൾട്ടായിട്ട് എടുക്കേണ്ടത് കോൾ ബൈ വാല്യൂ ആണ്. കോൾ ബൈ റെഫ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊസീഡ് ചെയ്യണം, ഒരു ഓപ്പറേറ്റർ വെച്ച് ആംബസെൻ്റ് ഓപ്പറേറ്റർ വെച്ച് നമ്മൾ പ്രൊസീഡ് ചെയ്യണം. കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫറൻസ് നമ്മൾ വ്യത്യാസം പഠിക്കണം കേട്ടോ. കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓർഡിനറി വേരിയബിൾ ആണ്, കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഫോർമൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് റെഫറൻസ് വേരിയബിൾ ആണ്. ഇതിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് വാരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവാം. ഓക്കെ, ഡിഫറൻസ് പഠിക്കുക. ദെൻ സ്റ്റാറ്റിക് വെബ് പേജസും ഡൈനാമിക് വെബ് പേജസും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. അത് എളുപ്പമാണ്. അതായത് ഏതെങ്കിലും ഒരു ഡിഫറൻസ് നമുക്ക് ചോദിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ഡിഫറൻസ് നമുക്ക് എങ്ങനെ ചോദിക്കും, സ്റ്റാറ്റിക്കും അതും അല്ലെങ്കിൽ ഡൈനാമിക് വെബ് പേജസ്. സ്റ്റാറ്റിക് വെബ് പേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ കണ്ടന്റും ലാൻഡും ഫിക്സ്ഡ് ആയിരിക്കും, ഡൈനാമിക്കിൽ ഫിക്സ്ഡ് അല്ല, ചേഞ്ച് ആവും. ഇവിടെ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പഠിക്കാം. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, VB സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ്, PHP, ASP എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്താണെന്ന് പഠിക്കാം. ദെൻ CSS എന്ന് പറയുന്നത് കാസ്കാഡ് സ്റ്റൈലിംഗ് ഷീറ്റിനെയാണ് നമ്മൾ CSS എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് CSSന്റെ ഫുൾ ഫോം പഠിക്കണം. 2 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കും. ഫുൾ ഫോം മാത്രമല്ല, അതെന്താണെന്നൊരു 2 സെൻറ്റൻസ് പഠിക്കാം. പിന്നെ മാർക്യൂ ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വരാറുണ്ട് കേട്ടോ. മാർക്യൂ ടാഗിനെ കുറിച്ചിട്ട് മാർക്യൂ ടാഗ് എന്തിനാ, നമുക്കിങ്ങനെ ഡ്രോ ചെയ്യാൻ ഓരോ പോർഷൻ ഇങ്ങനെ
സ്ക്രോൾ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് നമ്മൾ മാർക്ക് ടാഗ്. അതിൻ്റെ മാർക്ക് ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ടുകളും പഠിക്കുക. ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ തന്നെ സ്പേസ്, എച്ച് സ്പേസ്, വി സ്പേസ്, അതായത് ഒറിസോണിൽ എത്ര സ്ഥലം വേണം, അങ്ങനെ സ്ക്രോൾ എത്രത്തോളം വേണം, സ്ക്രോൾ ഡിലേ ആക്കണോ, സ്ക്രോൾ എമൗണ്ട് എത്ര വേണം, ലൂപ്പ് ഉണ്ടോ, ഡയറക്ഷൻ ഉണ്ടോ, അപ്പോൾ അതൊക്കെ അതിൻ്റെ ആട്രിബ്യൂട്ട് ആയിരിക്കും. നമ്മളൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ഘടകങ്ങൾ കൊടുക്കണം എന്ന് ആലോചിക്കുക. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആയിരിക്കും. പിന്നെ ബേസിക് HTML ടാഗ്സ് പഠിക്കുക. അത് ബേസിക് ആയിട്ട് ഹെഡ്, ടൈറ്റില്, അത് ടാഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഇട്ടോളൂ കേട്ടോ. ദെൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 തരം ലാംഗ്വേജസ് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും. അപ്പോൾ ഒരു 3 ഡിഫറൻസസ് നമുക്ക് പഠിക്കാനുണ്ട്. ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ്, ദെൻ ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് വെബ് പേജസ്, കോൾ ബൈ വാല്യൂം, കോൾ ബൈ റെഫറൻസും. 3 ഡിഫറൻസ് പഠിക്കാം. ദെൻ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ പഠിക്കാം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 30 എന്നല്ല, നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ച ശേഷം നിങ്ങൾ ബാക്കിയുള്ള ടോപ്പിക്കുകൾക്ക് പോയാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾക്കപ്പോൾ നമ്മളെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.